കോഴിക്കോട് ചെറുവറ്റയിലും പല മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കക്കയം ഡാം തുറന്നതോടെ പൂനൂർ പുഴയിൽ വെള്ളം നിറഞ്ഞപ്പോഴാണ് പ്രദേശം വെള്ളത്തിനടിയിലായത്. ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റുകയാണ്. കോഴിക്കോട് പുഴയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ വെള്ളം കയറിയ അവസ്ഥയിലാണ്. ഇവിടെയൊക്കെ ഇപ്പോഴും മഴയും തുടരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുവറ്റ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഒരു ഭാഗം പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. വീട് പകുതിയും മുങ്ങിയ നിലയിലാണ്. അതായത് നല്ല ആഴത്തിൽ വെള്ളം ഇവിടെ ഉയർന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാണ് നാട്ടുകാരൊക്കെ തന്നെയുള്ളത്. പൂനൂർ പുഴയിൽ നിന്നും ഉൾപ്പെടെ വെള്ളം ഇങ്ങോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങോട്ടൊക്കെ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റാത്ത നിലയിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ട് വെള്ളം അങ്ങോട്ട് ഉണ്ടോ? വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് നിറഞ്ഞെടുക്കാണ്. നമുക്ക് അവസ്ഥ നമ്മളൊരു ദ്വീപിൽ അകപ്പെട്ട പോലെ ഉള്ളത്. ഇത് എപ്പോഴും കയറുന്നതാണോ? നമ്മളിപ്പോ ഈ മുൻ വർഷങ്ങളിൽ മുന്നല്ല, അതിന് മുമ്പുള്ള ഒരു വർഷം 2016 തോന്നുന്നു അല്ലേ കൂടുതലായിട്ടുണ്ടായത്. അതിനുശേഷം വരുന്ന വെള്ളം കൂടി പുഴ തന്നെ ഉള്ളത്. ഇത് പൂനൂർ പുഴയാണല്ലോ. മാറ്റാൻ പറ്റിയിട്ടുണ്ടോ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ? നമ്മളെ വീട് കുറച്ചൊന്നും ഉയരത്തിലുള്ളത് ആ വീടാണ്. അപ്പൊ അത് അവിടെയൊക്കെ വെള്ളം കയറിയില്ല. പക്ഷെ അതിന് ഇവിടെയുള്ള വീടുകളിലൊക്കെ സാധനം മാറ്റിയിട്ട് ഇപ്പൊ അടുത്ത ആ വീടുകളിലൊക്കെ ആളുകൾ മുകളിലാണ്. വെള്ളം ഇറങ്ങുന്നുണ്ടോ? വെള്ളം ചെറിയ തോതിൽ ഇന്ന് രാവിലെ മുതൽ വളരെ ചെറിയ തോതിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ശരി, താങ്ക്സ്. എങ്ങനെയാ അവിടെ നിങ്ങളെ വീട്ടിലേക്കൊക്കെ വെള്ളം എത്തിയോ? ഇല്ല, മൂത്താപ്പന്റെ വീടാണ് ഇവിടെ. ഇല്ല, ചെറിയൊരു താഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. ഇന്ന് പോയി വെക്കാൻ വേണ്ടി വരും. നമ്മളെ വീട് ഇവിടെ അല്ല, നമ്മള് കുമാരസ്വാമിയാണ്. നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നില്ല അങ്ങോട്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട്. സാധാരണ 2018 തോന്നുന്നുണ്ട് ഇതിന്റെ മുമ്പ് ഇങ്ങനെ കയറിയത്. എല്ലാവരും വീട്ടിലും ഉണ്ട്. ഇവിടെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങോട്ട് പോകും തോറും വെള്ളത്തിന്റെ ആഴം കൂടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി പോവുകയും ചെയ്യുന്നു. അതിന്റെ ഒരു അപകടാവസ്ഥ കൂടെയുണ്ട്. അതുകൊണ്ട് ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ വെള്ളം കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് ആളുകൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം അവശ്യ സാധനങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു സമയവും കിട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പല വീടുകളുടെയും മുകൾ ഭാഗം മാത്രം പുറത്തേക്ക് കാണുന്ന നിലയിലാണ് വെള്ളം കയറിയിട്ടുള്ളത് എന്നത് ഇതിന്റെ ഒരു പ്രതിസന്ധി കാര്യമായി തന്നെ വരച്ചു കാട്ടുന്നുണ്ട്. ഏതായാലും വെള്ളം വളരെ കുറച്ചു മാത്രമാണ് ഇറങ്ങിപ്പോകുന്നത്. ഇന്നലെ കക്കയം ഡാം കൂടെ തുറന്നതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം പൂനൂർ പുഴയിൽ ശക്തമായ വെള്ളം കയറുന്നുണ്ട്. ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ വെള്ളം വന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 2018 ശേഷമാണ് ഇത്തരത്തിൽ ഈ വെള്ളം ഇവിടെ കയറുകയും ചെയ്തത്. ചെറുവറ്റയുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ താഴ്ന്ന ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ഇങ്ങനെ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആളുകളൊക്കെ ക്യാമ്പിലും അടുത്ത ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറിയിട്ടുള്ളത്. പുഴയിലെ ജലനിരപ്പ് കുറയാതെ ഇവിടെ നിന്നും വെള്ളം പൂർണ്ണമായും ഒഴുകി പോകില്ല. അതിനോടൊപ്പം തന്നെ മഴയും ഇപ്പോൾ ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. അതും ഒരു പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.